കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആരും കാണാതെ പോകുന്ന കൊടുങ്കാറ്റാണ് കർഷകർ എന്ന് പല കൃഷിയിടങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുമ്പോഴും ഉന്നതമായ സാങ്കേതിക വിദ്യ അവർ ഇന്ന് ഒപ്പം കൂട്ടുന്നു. അത്തരത്തിൽ ഒരു നല്ല കർഷകനെ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. കാരാളിമുക്കിൽ വിജയൻ പിള്ളയെ അറിയാത്തവരില്ല. ഒരിക്കലെങ്കിലും SDR തിയേറ്ററിൽ സിനിമ കാണാത്ത ആളുകളുമില്ല. തിയേറ്റർ ഉടമയായിരുന്നു വിജയൻ പിള്ള. തിയേറ്റർ നടത്തിപ്പ് പ്രതിസന്ധിയിലായപ്പോൾ വിജയൻ പിള്ള ഒന്നുറച്ചു. ഇനി മറ്റെങ്ങോട്ടുമില്ല, കൃഷിയിലേക്ക് തന്നെ. 5 ഏക്കർ പറമ്പിന് നടുവിൽ ഒരു വീടുണ്ട്. വീടിനു ചുറ്റും കൃഷിയാണ്. കൃഷി ജീവിത സൗകര്യവുമാണ്. എന്നാൽ കെട്ടിടത്തിൽ വീട്ടിൽ ചുറ്റുമുള്ള കൃഷിയിൽ നിന്നും വിഷരഹിതമായ അന്നമേ ഉണ്ടാക്കാവൂ എന്ന നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിക്കെല്ലാം നേരിട്ട് നേതൃത്വം നൽകി. പച്ചക്കറിയിലായിരുന്നു കൈവച്ചത്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഒരു പറമ്പിൽ തന്നെ ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കുവാൻ ചില്ലറയൊന്നുമല്ല അധ്വാനം. മണ്ണിൽ നന്നായി വളം ചെയ്യുക എന്നതാണ് പ്രധാനം. ഉണക്കച്ചാണകവും പച്ചിലയുമൊക്കെ ടാങ്കിലിട്ട് വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടിയും എല്ലുപൊടിയുമൊക്കെ ചേർത്ത് 1.5 മാസം കഴിയുമ്പോഴേക്കും വളം സമ്പൂർണ്ണമാകും. മേന്മയേറിയ ഈ ജൈവവളം തന്നെ ഈ കൃഷിയുടെ ചൈതന്യം. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവയെല്ലാം മണ്ണിൽ ചെയ്യും. കൃഷിയിടം കാണേണ്ടത് തന്നെ. കൗമുദിയാണ് പടവലം. ഭൂമിയെ നമസ്കരിക്കാനായി അത് താഴോട്ട് വളരുന്നുണ്ട്. വിശാലമായ നീലാംബര പന്തലിന് താഴെ GI പൈപ്പുകളാൽ അലങ്കൃതമായ പന്തലിലാണ് കൗമുദി വിളഞ്ഞുകിടക്കുന്നത്. മുളകിൽ ഉജ്ജ്വല തന്നെ താരം. കാർഷിക സർവകലാശാല നേരിട്ട് വികസിപ്പിച്ച ഇനം. തിരിതെടുത്ത് പൂക്കുകയാണ് ഉജ്ജ്വല. ഗ്രോ ബാഗിലും പറമ്പിലുമൊക്കെ വിളഞ്ഞുകിടക്കുന്ന ഉജ്ജ്വല ചെടികൾക്ക് വിജയൻപിള്ളയുടെ നേരിട്ടുള്ള നോട്ടമുണ്ട്. ഗ്രോ ബാഗ് ആവുമ്പോൾ എന്നും നനയ്ക്കണം. ആ പെടപ്പാടിന് വിജയൻപിള്ള ഇല്ല. പകരം PVC പൈപ്പുകളുടെ അടിത്തട്ടുകൾ തീർത്ത് അതിൽ കൂടിയുള്ള തിരിനനയാണ് രീതി. തറനിരപ്പിൽ സമാന്തരമായി ഓടുന്ന PVC പൈപ്പുകളിലേക്ക് വളവും വെള്ളവുമൊക്കെ കൃത്യമായ അളവിൽ ചേർത്താൽ തിരിനന വഴി അത് ചെടിച്ചോട്ടിലെത്തിക്കൊള്ളും. തിരിയിൽ നിന്ന് വലിച്ചു കയറ്റുന്ന വളവും വെള്ളവുമൊക്കെ വിളകളുടെ ചൈതന്യമായി മാറും. മുളകാവുമ്പോൾ നമ്മുടെ ചില പാരമ്പര്യ ഇനങ്ങളെ വിസ്മരിക്കുക വയ്യ. മറുനാട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെയുള്ള പാരമ്പര്യ ഇനങ്ങളോട് വിജയൻ പിള്ളയ്ക്ക് താൽപ്പര്യമേറെ. മുന്തിരിമുളകാണ് ഇവിടെ താരം. മൂത്ത് തുടുത്ത കറുത്ത മുന്തിരിപ്പഴം പോലെ മുളക് വിളഞ്ഞങ്ങനെ കിടക്കും. പച്ചിലച്ചാർത്തുകൾക്കിടയിൽ എരിവുള്ള ഈ മുന്തിരിപ്പഴം കാണുക തന്നെ ഹരമാണ്. മറുനാട്ടിൽ നിന്നും എത്തുന്ന പച്ചക്കറികളിൽ ഏറ്റവും വിഷമയമായത് മുളകാണ് എന്ന് വിജയൻ പിള്ള വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുളകിന് പ്രത്യേക സംരക്ഷണമുണ്ട്. മുളക് തൈകൾ മുളപ്പിക്കുവാനും അത് പാകത്തിൽ നടുവാനും ഗ്രോ ബാഗിലും മണ്ണിലുമൊക്കെ അത് നന്നായി പരിപാലിക്കുവാനും വിജയൻ പിള്ള മുന്നിൽ തന്നെ. കാർഷിക സർവകലാശാലയുടെ കൃഷിവിജ്ഞാന കേന്ദ്രം വഴിയാണ് ഗ്രോ ബാഗുകൾ കെട്ടിടത്തിൽ വീട്ടിലെത്തിയത്. ഗ്രോ ബാഗിൽ കൃത്യമായി പോട്ടിംഗ് മിശ്രിതമുണ്ട്. മണ്ണും ചകിരിച്ചോറും ട്രൈക്കോഡർമ ചേർത്ത ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയുമൊക്കെയാണ് ഇതിലെ മിശ്രിതം. പറമ്പിന്റെ ഒരു മൂലയ്ക്കായി പാവലിനായി പ്രത്യേക തോട്ടമുണ്ട്. പാവൽ പടർന്നു കയറുന്നതേയുള്ളൂ. കാർഷിക സർവകലാശാലയുടെ പ്രീതി ഇനമാണ് പാവൽ. GI പൈപ്പുകളാൽ ഭദ്രമാക്കിയ പന്തലിലേക്ക് പ്രീതി വളർന്നങ്ങനെ കയറും. മുഴുത്തു തുടുത്ത പ്രീതി പാവയ്ക്കയ്ക്ക് വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ്. കായീച്ചയും വെള്ളീച്ചയുമൊക്കെ കൃഷിത്തോട്ടത്തിലെ ശത്രുക്കൾ തന്നെ. എങ്കിലും അവരെ തുരത്താൻ കൊടും കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കുന്നില്ല. വിജയൻ പിള്ളയ്ക്ക് സ്വന്തമായ ഒരു മിശ്രിതമുണ്ട്. ചിരട്ടക്കണിയാണത്. തുളസിയും ശർക്കരയും ചേർന്ന ചെറുമിശ്രിതത്തിന്റെ സുഗന്ധഗന്ധം ആസ്വദിച്ചു വരുന്ന ഈച്ചകൾക്ക് ചെറു വിഷപ്രയോഗത്തിലൂടെ അന്ത്യം കുറിക്കുകയാണ് ചിരട്ടക്കണി. കഴിഞ്ഞ കാലത്തിൽ ഞാനൊരു ബിസിനസ് മാനായിരുന്നു. അത് കഴിഞ്ഞൊരു പിള്ളേർക്കെല്ലാം ജോലി കിട്ടി. എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേന് ബിസിനസ്സൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സമയം കിട്ടിയപ്പോൾ ഏതാണ്ട് 2000 തൊട്ട് ഞാൻ കൃഷിയിൽ തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങിയ എല്ലാവിധ കൃഷിയുണ്ട്. പിന്നെ പാവല, പടവലം, വെണ്ട, വഴുതന, വെള്ളരി, പിന്നെ പുതിയ നമ്മുടെ കേരളത്തിൽ കിളിക്കുക പോകുന്ന സംശയമുള്ള എല്ലാ കൃഷിയും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ,
പിന്നെ മല്ലി, പിന്നെ സവാള, ക്യാബേജ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കൃഷി ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളത്തിലെ ആദ്യമായിട്ട് പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങുന്ന ഒരു പരിപാടി തുടങ്ങി. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി ഏതാണ്ട് 2.5-3 ഏക്കറോളം സ്ഥലത്ത് പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങി. അത് നല്ല വിളവായിരുന്നു. ഏതാണ്ട് 10 ആയിട്ട് ഒരു മുളകൊക്കെ തന്നെ ഒരു 2-2.5 ടണ്ണ്, പിന്നെ തക്കാളി ഏതാണ്ട് 1500 കിലോ, വെണ്ട അത് തന്നെ ഒരു 1.25 ടണ്ണ്, അങ്ങനെ ആദ്യമായിട്ട് കൃഷി കിട്ടി തുടങ്ങി. പക്ഷേ അത് വിറ്റ് എടുക്കാൻ ഇച്ചിരി ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴേ ഞാൻ ഈ പിന്നെ കീടനാശിനികളൊന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് കൊല്ലത്തുള്ള ഒരു കൃഷിമിത്ര എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. അവർ വന്നിട്ട് കംപ്ലീറ്റ് സാധനം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് വിൽപ്പന നല്ല രസമായിട്ട് നടക്കുന്നു. ഇപ്പം 3-4-5 വർഷം കൊണ്ട് 5-8 വർഷം കൊണ്ട് ഞാൻ അവർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കീടനിയന്ത്രണ മാർഗ്ഗങ്ങളെല്ലാം ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, പിന്നെ ബിവേറിയ, വെട്ടിസീലിയം, പിന്നെ മഞ്ഞക്കിണി, പിന്നെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ജൈവവളമാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിന്നെ KVK കൊല്ലം അവരുടെ എല്ലാ സഹായത്തോടുകൂടി പല അറിവുകളും അവിടെ നിന്ന് തേടി അതെല്ലാം പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം വിജയമായിരുന്നു. ഞാൻ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഇലകൾ വെട്ടി ചാണകം, പിന്നെ ഈ ഇല അരിഞ്ഞിട്ട് ഒരു ടാങ്കിനകത്തിട്ടിട്ട് അതിനകത്ത് ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ചേർത്തേക്കും. അതൊരു 10-35 ദിവസം 40 ദിവസം ആകുമ്പോഴത്തേന് നല്ല പേസ്റ്റ് പോലെ ഇതാവും. അതാണ് ഞാൻ ബേസായിട്ടിടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വളർന്ന് പിന്നെ നടുന്നതിന് മുമ്പ് എല്ലാം കിളച്ച് കഴിഞ്ഞിട്ട് എല്ലായിടവും ഈ പിന്നെ കുമ്മായം അല്ലെ ഡോളമൈറ്റ് ഏതെങ്കിലും ഒന്ന് പ്രയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ സ്യൂഡോമോണോസ് തൈകളുണ്ടാക്കുമ്പോൾ അതിനകത്തെല്ലാം സ്യൂഡോമോണോസ് പ്രയോഗിക്കാറുണ്ട്. തക്കാളി ഹൈബ്രിഡാണ്. അതിൽ നമ്മുടെ ഇനം പറ്റില്ല. തിരിതെടുത്ത് പൂക്കുകയും ചെടി നിറഞ്ഞ് ഫലം തരികയും വേണമെങ്കിൽ മറുനാടൻ വിത്ത് തന്നെ വേണം. മറുനാടൻ സങ്കര ഇനം വിത്തുകളാണ് തക്കാളിയിൽ പരീക്ഷിക്കുന്നത്. 1.5 അടി പൊക്കത്തിലെ തക്കാളി പൂത്തു കഴിയും. പൂക്കുക മാത്രമല്ല, ഓരോ പൂവും പഴമായി മാറുകയും ചെയ്യും. നല്ല വെയിൽ വേണം തക്കാളിക്ക്. കാറ്റത്ത് ചാഞ്ഞു പോകാതിരിക്കാൻ ചെറു താങ്ങും. ബീൻസിന് ആവശ്യക്കാരേറെയുണ്ട്. ബീൻസിനെയും വിട്ടില്ല വിജയൻപിള്ള. ഗ്രോബാഗിൽ അവ നിറഞ്ഞു മറിയാൻ അവസരമൊരുക്കി. ബീൻസിനോടൊപ്പം അമരയും കൂടി ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകൂ. അമരയാകട്ടെ ഹൈബ്രിഡ് വിത്ത് തന്നെ. ഗ്രോബാഗുകളിൽ നല്ല അടിവളം ചേർത്ത് വിത്തിട്ടാൽ അമര കുതിച്ചങ്ങനെ കയറും. എന്നാൽ ചെടി മറിയാതിരിക്കാൻ ചെറു കുറ്റികൾ വേണം. മരക്കുറ്റികൾ ഗ്രോബാഗിൽ നാട്ടി അതിർത്തി തിരിച്ച് ചിട്ടയോടെയും വെടിപ്പോടെയുമാണ് കൃഷി. ഒരു തൈ പോലും എങ്ങും മറിയില്ല. വിളവെടുപ്പിന് ഏറെ സൗകര്യവും. ഒരു ചെറുകൊയ്ത്തിനായി ഏത് കാലാവസ്ഥയിലും തോട്ടം സജ്ജമാക്കുകയാണ് നല്ല കർഷകൻ ചെയ്യേണ്ടത്. ആര് എപ്പോൾ വന്നാലും ഒരു മുറ നിറയെ പച്ചക്കറി നൽകാൻ വിജയൻപിള്ള തയ്യാർ. കോവലിന് ഒരു തണ്ട് മതി. 3 വർഷം വരെ അത് കായ്ഫലം തന്നുകൊള്ളും. അധികം കേടില്ലാത്ത ഒരു നല്ല വിളയാണ് കോവൽ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉത്തമമാണ് കോവൽ പഴങ്ങൾ. കോവലിന് പടർന്നു കയറാൻ നല്ലൊരു പന്തൽ തീർക്കണം. കോവൽ ഒരു നിത്യവിളയെങ്കിൽ ഒരു സീസണൽ വിളയാണ് നിത്യവഴുതന. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധം. നിത്യവഴുതന അങ്ങനെ എപ്പോഴും കായ്ക്കില്ല. എന്നാൽ പൂത്താൽ അത് കായ്ച്ചു മറിയും. 3 സംഖ്യകളിലാണ് നിത്യവഴുതനയുടെ വില വിപണിയിൽ. ജൈവവളവും സ്ലറിയുമൊക്കെയാണ് തൻ്റെ വിളകളുടെ ചൈതന്യമെന്ന് ഉറക്കെ പറയാൻ വിജയൻപിള്ള തയ്യാർ. സുരക്ഷിത ഭക്ഷണമെന്നും ജൈവകൃഷിയുമെന്നൊക്കെ ഉറക്കെ പറയുന്നവർ പൈക്കളെ ഒപ്പം കൂട്ടിയേ തീരൂ. 1/2 ഡസനോളം പൈക്കളെ വിജയൻപിള്ള സ്വന്തമാക്കി. എല്ലാം 20 ലിറ്ററോളം പാൽ തരുന്നവ. പൈക്കൽക്കായി പ്രത്യേക ഒരു കൂടാരം തന്നെ സജ്ജമാക്കി. നിൽക്കാനായി ഉറച്ച തറകൾ, വെയിലിൻ്റെ വീറിനെ തടയാനായി ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകൾ, നല്ല തീറ്റത്തൊട്ടി, സ്വയം നിയന്ത്രിത പാനപാത്രം, അങ്ങനെ ചിലതൊക്കെ. പറമ്പിലെ വിളകൾക്കിടയിൽ കളയായി വളർന്നുവരുന്ന പുല്ല് തന്നെ പ്രധാന തീറ്റ. ഒപ്പം പെല്ലറ്റും. പൈക്കൂടാരത്തിൽ തോന്നിയതുപോലെ കാര്യങ്ങൾ നടക്കില്ല. നല്ല ഒരു ഫാം സജ്ജമാക്കണമെങ്കിൽ പൈക്കലുടെ ഒരു മിശ്രിതം തന്നെ വേണം.
കറുപ്പും വെള്ളയും അഴകായി പടരുന്ന ഹോൾസ്റ്റെയിൻ വന്നു. വർഷത്തിൽ 300 ദിനവും പാൽ തരും. പാൽ കൊഴുപ്പ് അല്പം കുറഞ്ഞാലും സാരമില്ല, എപ്പോഴും പാൽ എന്നതാണ് ഹോൾസ്റ്റെയിൻ്റെ പ്രത്യേകത. കൂട്ടത്തിൽ ജേഴ്സിയും വേണം. ജേഴ്സിയില്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്ന് വിജയൻ പിള്ളയ്ക്കറിയാം. പാൽക്കൊഴുപ്പിലാണ് ജേഴ്സി മുന്നിൽ. ഇംഗ്ലീഷ് ചാനലാണ് സ്വദേശം. പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടവും കരിങ്കണ്ണുകളുമൊക്കെ ചേർന്ന് പ്രത്യേക അഴക് തന്നെ അവൾക്കുണ്ട്. ജേഴ്സിയുടെ പാൽ മറ്റു പാലിൽ ചേരുന്നതോടെ കൊഴുപ്പിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. ഉയർന്ന നിലവാരത്തിലുള്ള പാൽ പ്രാദേശികമായി വിൽപ്പനയുണ്ട്. ധാരാളം ആവശ്യക്കാർ വീട്ടിൽ വരും. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് കാലത്ത് ഒരു 5 മണിയാകുമ്പോഴാണ്. അപ്പോഴേ കറവക്കാരൻ വരും. പശുവിനെ കറക്കുന്ന അതെല്ലാം ഉണ്ട്. എൻ്റെ വൈഫ് ഈ പാലെല്ലാം അളന്ന് എല്ലാവർക്കും കൊടുക്കും. നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കാണ് ദിവസം ഒരു 10-20-25 ലിറ്റർ പാലുണ്ട്. ഇപ്പോൾ 2 പശുവിനെ മാത്രമേ കറക്കുന്നുള്ളൂ. അത് ചുറ്റുവട്ടമുള്ളവരെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്കാരെങ്കിലും കാണും. ജോലിക്കാരെ ഇപ്പം വലിയ പണിക്കൊന്നും വലിയ ആളുകളെ കിട്ടാത്തതുകൊണ്ട് ഇപ്പം ജോലിക്കാരെ കുറച്ചിരിക്കുകയാണ്. പിന്നെ എല്ലായിടത്തും വെള്ളം കിട്ടത്തക്കോണം പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പ്രിങ്ക്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വെള്ളം ഒഴിക്കുന്നത് ഞാൻ തന്നെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വെള്ളം ലഭിക്കും. പിന്നെ വളവിടിയിൽ പിന്നെ പോച്ചയെടുപ്പ് ഒക്കെ കൃഷിക്കാരുടെ സഹായത്തോടുകൂടി. പിന്നെ ഒരു 8-9 മണിയാകുമ്പം വിളഞ്ഞ ഇതെല്ലാം ഉണ്ടെങ്കിൽ പറിച്ച് വെച്ച് കഴിഞ്ഞ് ഇവിടെ സൂക്ഷിച്ച് വെച്ചാൽ കൊല്ലത്തുനിന്ന് ആൾ വന്ന് അവിടെ കൊണ്ടുപോയിക്കോളൂ. എനിക്കിപ്പോഴേ 6-7 പശുക്കളുണ്ട്. അതിൽ HF ഉണ്ട്, പിന്നെ ജേഴ്സി ഉണ്ട്. HF നല്ല പാല് കിട്ടുന്നതാണ്. ഒരെണ്ണത്തിന് ഏതാണ്ട് 12-13 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ ഒരു 10-80 ലിറ്റർ പാല് വീതം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5-8 പശുക്കളോളം കറക്കമുള്ളപ്പോൾ അന്ന് ഒരു തമിഴ് ഉള്ള ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഈ പശുവിനെ ഒന്നും നോക്കാനുള്ള ആളിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കറവ കുറച്ചിരിക്കുകയാണ്. കറവ ഉള്ള പശുക്കളെ കുറച്ചിരിക്കുകയാണ്. മറ്റേതെല്ലാം ഇപ്പം ചനയായിട്ട് നിൽക്കുക. എൻ്റെ ഈ വീടിന് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട്. എൻ്റെ അച്ഛനും കൃഷിയൊക്കെ ആയിരുന്നു. അന്ന് കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. ഞാൻ പിന്നെ ബോട്ടണി ആയിരുന്നു സബ്ജക്റ്റ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തെല്ലാം വളർത്താനൊരു വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയിൽ BSc പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയായിരുന്നു. ഒരു സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അല്ല ഇപ്പം തിയേറ്റർ ബിസിനസ്സൊക്കെ മോശമായപ്പോൾ അതെല്ലാം നിർത്തിയിട്ടാണ് ഇപ്പം കംപ്ലീറ്റ് കൃഷി. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിയാകുമ്പോൾ വളരെ മനസ്സമാധാനം കിട്ടും. കാലത്ത് ഇറങ്ങി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് തിരിച്ചു വരുമ്പോഴത്തന്നെ മനസ്സമാധാനമാണ്. മറ്റേതാകുമ്പോൾ ബിസിനസ് ആകുമ്പോൾ പ്രോവിഡൻ ഫണ്ട്, ESA, സെയിൽ ടാക്സ്, ഇൻകം ടാക്സ്, അങ്ങനെ വലിയ പ്രശ്നം. ഇത് മനസ്സ് മടിക്കുന്ന പരിപാടികളായിരുന്നു ബിസിനസ്സായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. മനോസുഖമുണ്ട്, നല്ല സുഖമുണ്ട്. കൃഷിയിടമാകുമ്പോൾ ചില പഴങ്ങൾ കൂടി വേണം. മലേഷ്യൻ പഴമായ റംബുട്ടാനും സിംഗപ്പൂർ പാഷൻ ഫ്രൂട്ടുമൊക്കെ ഒപ്പം കൂട്ടി. നിലതെറ്റിപ്പൂക്കുന്ന റംബുട്ടാൻ എപ്പോഴും മരത്തിലുണ്ട്. പാഷൻ ഫ്രൂട്ടിനാകട്ടെ വിപണിയിൽ ഉയർന്ന ഡിമാൻഡ്. വിരൽ പോലെ വിരിഞ്ഞിറങ്ങുന്ന അർക്കവെണ്ട 1-2മല്ല, 100ഓളം വരും. കിഴങ്ങ് വിളകളെ ഒഴിവാക്കി മുന്നേറുക വയ്യ. കൂടുതൽ ആവശ്യക്കാർ അതിനുണ്ട്. കുമ്പത്തിൽ നടന്ന ചേനയും എപ്പോഴും വിലയുള്ള ചേമ്പുമൊക്കെ കൂട്ടിനുണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ മഞ്ഞൾ കൃഷിയുണ്ട്. മഞ്ഞൾ പരിചയമുള്ള ഒരു കർഷകൻ പണ്ടെങ്ങോ കൊണ്ടുവന്നതാണ്. 1 കിലോ മഞ്ഞളിൽ നിന്ന് 96 കിലോ മഞ്ഞൾ ഉണ്ടാക്കിയ കഥ ഓർക്കുമ്പോൾ ഇന്നും വിസ്മയം. മണ്ണിൽ തന്നെ കൃഷി ചെയ്യുന്ന ചോളം ധാരാളമുണ്ട്. ചോളം വിൽക്കുകയും ഇലകൾ കാലിത്തീറ്റയാക്കുകയും ചെയ്യാം. കേരളത്തിൽ വിളയില്ല എന്ന് വിശ്വസിക്കുന്ന ഉരുളൻകിഴങ്ങിലും സവാളയിലുമൊക്കെ ഒരു കൈ നോക്കാൻ പിള്ള തയ്യാർ. 1 നൂറ്റാണ്ട് പഴക്കമുള്ള തറവാടിനു ചുറ്റും വർഷം മുഴുവൻ വിരിയുന്ന ഹരിതാഭ സൃഷ്ടിച്ചതിൽ അഭിമാനമുണ്ട്. ഒപ്പം നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം എന്ന സങ്കല്പം സാക്ഷാത്കരിച്ചതിലും. പൂർണ്ണമായും ജൈവഭക്ഷണം എന്ന സങ്കല്പം രാസവളങ്ങൾ സമൃദ്ധമായ കേരളത്തിൽ സാധ്യമാക്കുവാൻ ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത ഭക്ഷണം എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിജയൻ പിള്ള നീങ്ങുന്നത്.
തൻ്റെ വിളകൾക്ക് പൂർണ്ണമായും ജൈവ വളർച്ചാ ത്വരിതകവും ജൈവ കീടനാശിനിയുമൊക്കെ നൽകാൻ എപ്പോഴും തയ്യാർ. ചെടിച്ചോട്ടിലും ഇലകളിലുമൊക്കെ തളിക്കാവുന്ന പഞ്ചഗവ്യം ചെടികളുടെ ചൈതന്യം വർദ്ധിപ്പിക്കും. 1.5 മാസം മുമ്പ് അടിവളമിട്ട് മേൽമ്പൊടിയായി അല്പം കുമ്മായം ചേർത്ത് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയാണ് എപ്പോഴും കൃഷി. ജൈവ ത്വരിതങ്ങളും കുമിൾനാശിനികളും ഒക്കെയായ സ്യൂഡോമോണസും ട്രൈക്കോഡർമയും വെർട്ടിസീലിയവുമൊക്കെയാണ് പ്രയോഗം. 2 ആഴ്ച കൂടുമ്പോൾ ഇവ മാറി മാറി പ്രയോഗിക്കും. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, ഫിഷ് അമിനോ ആസിഡ് എന്നീ ജൈവ കീടനാശിനികളും പ്രയോഗത്തിലുണ്ട്. കൃഷിക്കും ഒരു സീസണുണ്ട്. സെപ്റ്റംബർ മാസം, മെയ് മാസം എന്നിങ്ങനെയാണ് വിത്തിടൽ കാലം. സെപ്റ്റംബറിൽ ശീതകാല വിളകളായ ക്യാരറ്റും ക്യാബേജും കോളിഫ്ലവറുമൊക്കെ കൃഷിയുണ്ട്. മെയ് മാസം തുടങ്ങുമ്പോഴുള്ള കൃഷി ഓണത്തെ ലക്ഷ്യമിട്ടാണ്. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഇപ്പോഴത്തെ കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ് താൻ. നമ്മൾ ഇപ്പം പ്രശ്നം ജോലിക്കാരെ കിട്ടാൻ പ്രയാസം. ഞാൻ ആദ്യം ഏതാണ്ട് ഒരു 3-3.5 ഏക്കർ എല്ലാ കൃഷിയും ചെയ്തുകൊണ്ടിരുന്ന കൂടിയ അളവിൽ ഇപ്പോൾ ജോലിക്കാരെ സമയത്തിന് കിട്ടാത്തതുകൊണ്ട് എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യത്തൊക്കെ വേണം വീടിന് ചുറ്റുമാക്കി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുക. ഇപ്പം 2-3 പേരുണ്ട് ജോലിക്ക്. അവർ വന്നെല്ലാം കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. കൃഷി ആദ്യം ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, ആദ്യം എല്ലാം കൂടെ ഭയങ്കര രീതിയിൽ കൃഷി ചെയ്യരുത്. ചെറുതായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ രീതികളെല്ലാം പഠിച്ച് വലുതാക്കി കൊണ്ടുവന്നാൽ കൃഷി ഒരിക്കലും നഷ്ടമുള്ള ഒരു ഇതല്ല. ഞാനത് ഉദാഹരണമായിട്ട് പറയാനായിട്ട് ഞാൻ ഒരു പടവലം, ഒരു തന്നെത്താൻ കിളിച്ച് വന്ന ഒരു പടവലം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നും വളമൊന്നും ഇടാതെ ഞാൻ അതിനെ പടർത്തി വിട്ടു. അതിനകത്ത് ഏതാണ്ട് 360 രൂപയുടെ പടവലങ്ങ എനിക്ക് കിട്ടി. തന്നെത്താൻ കിളിച്ചതാണ്. അതേപോലെ തന്നെ ഒരു കുമ്പളം, അതും തന്നെത്താൻ കളിച്ച്. അതിനകത്ത് ഈ ഒരു ചെടിയിൽ നിന്ന് എന്തോ കിട്ടുന്നെന്നറിയാൻ വേണ്ടി ഞാൻ അതൊന്നും ചെയ്തില്ല. അതിനകത്ത് നിന്ന് ഏതാണ്ട് 1800 രൂപയുടെ കുമ്പളങ്ങ കിട്ടി. അപ്പം കൃഷി ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ പിന്നെ അതിനെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കിട്ടും. മണ്ണറിഞ്ഞ്, വിളവറിഞ്ഞ്, വിപണി അറിഞ്ഞ് വിത്തിട്ടാൽ കൃഷി നമ്മളെ ചതിക്കില്ല എന്ന സന്ദേശവും നൽകുന്നു. നേരാം ആ ഇച്ഛാശക്തിക്കായി ഭാവുകങ്ങൾ.